നമസ്കാരം. നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാണ്. എന്താണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പദം ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എൻവിയോണർ എന്നാണ് ആ ഫ്രഞ്ച് വേർഡ്. അതിൻ്റെ മീനിങ് എൻസർക്കിൾ അല്ലെങ്കിൽ സറൗണ്ട് എന്നൊക്കെയാണ്. മലയാളത്തിൽ പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട്, ആ ഒരു മീനിങ്ങാണ് ഈ എൻവിയോണർ എന്ന ഫ്രഞ്ച് വേർഡിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് എൻവയോൺമെൻറ്റ് എന്നൊരു പദത്തിലേക്ക് വന്നത്. അപ്പോൾ അതിന് താഴെ ബോൾഡായിട്ട് ഒരു ഡെഫിനിഷൻ, ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ സോഷ്യൽ cultural and physical conditions that surround, affect and influence the survival, growth and development of people, animals and plants. അത് ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇത് നിങ്ങൾ ഇതേപടി ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഫ്രഞ്ച് വേർഡിൻ്റെ അതിൻ്റെ മീനിങ്, പിന്നെ എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് മാത്രം എക്സാമിന് നിങ്ങൾ എഴുതിയാൽ മതിയാകും. പക്ഷേ ഈ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഫിസിക്കൽ സറൗണ്ടിങ് മാത്രമല്ല, കൂടാതെ അവിടെ നമ്മുടെ കൾച്ചറിൽ വരുന്നുണ്ട്, കൂടാതെ സോഷ്യൽ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ആ എൻവയോൺമെൻറ്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ജീവജാലങ്ങൾ, മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുമായിട്ടുള്ള ഇൻഫ്ലുവൻസ്, അത് ഏതൊക്കെ തരത്തിലാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റിൽ വരുന്നത്. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ലിവിങ് തിങ്സ് മാത്രമല്ല, നോൺ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ലിവിങ് തിങ്സ് നമുക്കറിയാം, മനുഷ്യനൊരു ലിവിങ് തിങ് ആണ്. അതുപോലെ ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അവരെല്ലാം ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല ഈ എൻവയോൺമെൻറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ടും പക്ഷേ ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ എൻവയോൺമെൻറ്റുമായി അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങുമായി ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൂട്ടം, ഒന്നിലധികമുള്ള ഒരു കൂട്ടം. അത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല ഇത് പറയുന്നത്. ഇപ്പം അവിടെ ഉറുമ്പുകളുണ്ടെങ്കിൽ ആ ഒരു ഉറുമ്പ് മുതൽ ആ ഉറുമ്പിൻ്റെ വലിയൊരു കൂട്ടത്തെ വരെ നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത്, അവർക്ക് മോശമായിട്ടുള്ളൊരു സാഹചര്യമാണോ അവിടെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ജീവൻ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ആ എൻവയോൺമെൻറ്റ് കൊടുക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം ഈ എൻവയോൺമെൻറ്റിൽ തന്നെ വരുന്നുണ്ട്. ഇത് വലിയൊരു ബ്രോഡ് ഡെഫിനിഷനാണ് ഇതിൻ്റെ. ഇത്തരത്തിൽ ഒരു എൻ്റയർ വേൾഡിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ബ്രോഡ് ഡെഫിനിഷനാണ്, വലിയൊരു ആസ്പെക്റ്റിലുള്ള ഒരു ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതെല്ലാം, ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് വായിക്കുക. ഇതൊന്നും അതേപടി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എഴുതണമെന്നില്ല. നിങ്ങളിതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ആ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാവുന്നതാണ്. പക്ഷേ ഇതിലുള്ള ചില വേർഡ്സൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എക്സാമിലും യൂസ് ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റിനെ കുറിച്ച്, പക്ഷേ ഇത്തരത്തിലുള്ള ചില വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി എൻവയോൺമെൻറ്റിനെ നമുക്ക് 4 സെഗ്മെൻറ്റായിട്ട് തരംതിരിക്കാം. ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 4 സെഗ്മെൻറ്റുകളുണ്ട്. ഒന്ന് അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ഭൂമിയുടെ പ്രതലത്തിന് മുകളിലുള്ള ഭാഗമാണ്. അവിടെയാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും അതുപോലെ വാഹനങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമൊക്കെ വെളിയിലേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അതുപോലുള്ള ഒരുപാട് വാതകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് ആ ഭാഗത്താണ്. പിന്നുള്ളത് ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ വാട്ടർ ബോഡീസാണ്. അത് തടാകങ്ങൾ, പുഴകൾ, സമുദ്രങ്ങൾ, കായലുകൾ, അതെല്ലാം ഹൈഡ്രോസ്ഫിയർ ആണ്. അപ്പോൾ ആ ഹൈഡ്രോസ്ഫിയർ എൻവയോൺമെൻറ്റിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. പിന്നീട് വരുന്നത് ലിത്തോസ്ഫിയർ ആണ്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പ്രതലവുമായി ബന്ധപ്പെട്ടതാണ്. പ്രതലത്തിലുള്ളത് എന്താണ്? പ്രതലത്തിൽ മണലുണ്ട്. മണൽ തന്നെ പല തരത്തിലുള്ള മണലുകളുണ്ട്. നമുക്ക് തന്നെ അറിയാം, പൂഴിമണ്ണുണ്ട്, അതുപോലെ ഗ്രാവലുണ്ട്, അങ്ങനെ പല തരത്തിൽ, ബ്ലാക്ക് സോയിലുണ്ട്, അതുപോലുള്ള പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മണലുകളുണ്ട്. പിന്നെ പാറകൾ, ഭൂമിയുടെ പ്രതലത്തിൽ കാണുന്ന പാറകളും മണലുകളും എല്ലാം ഈ ലിത്തോസ്ഫിയറിൻ്റെ ഇതിലാണ് വരുന്നത്. പിന്നുള്ളത് ബയോസ്ഫിയറാണ്. ബയോ എന്ന് പറയുന്നത് ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ വരുന്നത് ലിവിങ് ഓർഗാനിസംസ്.
ജീവജാലങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. പക്ഷേ ജീവജാലങ്ങൾ മാത്രമല്ല, ആ ജീവജാലങ്ങൾ അവരുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസും ഈ ബയോസ്ഫിയറിൽ വരുന്നുണ്ട്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി എൻവയോൺമെൻറ്റിൻ്റെ ഒരു നേച്ചറാണ് മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ. അതായത് ഒരു പ്രത്യേക ബ്രാഞ്ച് മാത്രമല്ല, ആ ഒരുപാട് സ്റ്റഡി ബ്രാഞ്ചുകൾ ചേരുന്നതാണ് ശരിക്കും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കെമിസ്ട്രി ഉണ്ടാകും, അതുപോലെ അതിൽ ഫിസിക്സ്, മെഡിക്കൽ സയൻസ് ഉണ്ടാകും, ലൈഫ് സയൻസ്, അഗ്രികൾച്ചർ, പബ്ലിക് ഹെൽത്ത്, സാനിറ്ററി എൻജിനീയറിംഗ്. അതായത് നമുക്ക് പരിസ്ഥിതിയിൽ ഒരു പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ബ്രാഞ്ചാണെങ്കിൽ പോലും അത് കുറേയധികം ബ്രാഞ്ചുകൾ ചേർന്നുണ്ട ഒരു ബ്രാഞ്ചാണ്. കാരണം പരിസ്ഥിതിയിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കെമിസ്ട്രി വരുന്നുണ്ട്, അതുപോലെ ഫിസിക്സ് നിയമങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ സയൻസ്, അതായത് നമുക്ക് ഈ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പല തരത്തിലുള്ള വാതകങ്ങളുടെയും അല്ലെങ്കിൽ അതുപോലുള്ള പല ഇൻഫ്ലുവൻസ്, പ്രകൃതി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. അതുകൂടാതെ ഈ അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയും പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പലതരത്തിലുള്ള മെഡിസിനുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പല വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പഠനങ്ങളൊക്കെ ഈ പ്രകൃതിയിൽ തന്നെ നടക്കാറുണ്ട്. അപ്പോൾ മെഡിക്കൽ സയൻസിനും ഇതുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, ലൈഫ് സയൻസിന് ബന്ധമുണ്ട്, ഇത് ബയോളജി, സുവോളജിക്കും ഒക്കെ ഇതിന് ബന്ധമുണ്ട്, അഗ്രികൾച്ചറിന് ബന്ധമുണ്ട്. നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ വരുന്ന ഈ പ്ലാന്റേഷനുകളെല്ലാം ഈ എൻവയോൺമെൻറ്റിൻ്റെ തന്നെയാണ് വരുന്നത്. ഇപ്പം റബ്ബർ പ്ലാന്റേഷൻ, അതുപോലെ തെങ്ങിൻ തോപ്പുകൾ. അപ്പം അങ്ങനെ കൃഷിയെല്ലാം ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. അതിലുപയോഗിക്കുന്ന കെമിക്കലുകൾ, വളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം കെമിക്കലായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അതല്ലാതെ ജൈവ വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പ്രകൃതിയെ പലതരത്തിലും ബാധിക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളെല്ലാം ഈ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലും വരുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത്, നമുക്ക് അറിയാം നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് തന്നെ നമുക്ക് പലതരത്തിലുള്ള, അപ്പം നമ്മൾ ശരിക്കും മാലിന്യങ്ങൾ കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ജലം കെട്ടി നിർത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാകും. ഡെങ്കു പോലുള്ള അസുഖങ്ങളുണ്ടാകും, മലേറിയ ഉണ്ടാകും, കോളറ പോലുള്ള അസുഖങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം ഈ പ്രകൃതിയെ നമ്മൾ എത്രമാത്രം പൊല്യൂട്ട് ചെയ്യുന്നു അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലും അത് വരുന്നുണ്ട്. സാനിറ്ററി എൻജിനീയറിങ് അതിൽ വരുന്നുണ്ട്. നമുക്കറിയാം സെപ്റ്റിക് ടാങ്കുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. അപ്പം അത്തരത്തിൽ കൃത്യമായ എൻജിനീയറിങ്ങിലൂടെ നമ്മളുടെ വേസ്റ്റുകൾ കൃത്യമായി ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യമാകണം. അപ്പോൾ അതൊക്കെ സാനിറ്ററി എൻജിനീയറിങ്ങും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നു. അപ്പം വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഒരുപാട് ശാസ്ത്രത്തിൻ്റെ തന്നെ പല മേഖലകൾ ഒന്നിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ഫിസിക്കൽ ഫിനോമിന ഇൻ ദ എൻവയോൺമെൻറ്റ്. ഫിസിക്കലായിട്ട് നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും ഈ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻസൊക്കെ നടത്തുന്നു. അപ്പം വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവിടെ തീർച്ചയായും കാർബൺ ഡയോക്സൈഡ് വാതകമുണ്ടാകും. ആ ഒരു ഗ്യാസ് കാരണം ഇവിടുത്തെ ഗ്ലോബൽ വാർമിംഗ് കൂടും. കാരണം അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്, ഹരിതഗൃഹ വാതകമാണ്. അപ്പം അങ്ങനെ അതൊക്കെ കാരണം ഇവിടുത്തെ എൻവയോൺമെൻറ്റിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ പ്രകൃതിയോട് പെരുമാറുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിഫലനമായിരിക്കും പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുക. പിന്നെ അതുപോലെ വേറെയും നിയമങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ പരിസ്ഥിതിയുമായിട്ട് ഇപ്പം നിങ്ങൾ ഹരിത ട്രൈബ്യൂണൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാദിക്കാനും അതിനുവേണ്ടി കേസ് ഫയൽ ചെയ്യാനും ഒക്കെ നമുക്കവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം ഇതിൽ വരുന്നുണ്ട്, ബയോളജി, ജിയോളജി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ അവിടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വരുമാന മാർഗം കൂടിയാണ്. പിന്നെ അല്ലാതെ തേക്കിൻ തോപ്പുകളുണ്ട്,
പ്ലാന്റേഷനുകളുണ്ട്. ഇപ്പോൾ സർക്കാർ തന്നെ തേക്കിൻ്റെ പ്ലാന്റേഷനുകൾ സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ അതൊരു എക്കണോമിക്കായിട്ടുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ പ്രകൃതിയിൽ എക്കണോമിക്സിന് ഒരു പങ്കുണ്ട്. ഇപ്പോൾ ചന്ദനം തന്നെ സർക്കാർ തന്നെ ചന്ദനത്തിൻ്റെ ഒരു പ്രത്യേക അളവിൽ ചന്ദനം അവർ തന്നെ വളർത്തി അതിനെ മുറിച്ച് അത് ലേലത്തിലൂടെയൊക്കെ മറ്റും വിൽക്കാറുണ്ട്. അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് എൻവയോൺമെൻറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. എക്കണോമിക്സിനുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ദിസ് സബ്ജക്റ്റ് എഡ്യൂക്കേറ്റ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അതായത് എന്താണ് നമ്മുടെ പ്രകൃതി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം. അപ്പോൾ അതൊക്കെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ കീഴിൽ വരുന്നതാണ്. By studying environmental science, students may develop a breadth of interdisciplinary and methodological knowledge in the environmental fields that enables them to facilitate the definition and solution of environmental problems. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പഠനശാഖകളിലൂടെ മെത്തഡോളജിക്കൽ നോളജ്, ആ അറിവിലൂടെ, അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളിലൂടെ നമ്മുടെ പ്രകൃതി, നമ്മുടെ എൻവയോൺമെൻറ്റ് ഫീൽഡ്, അതായത് അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഓരോ പല മേഖലകളിലായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെ ഡിഫൈൻ ചെയ്യാനും അതിന് സൊല്യൂഷൻ, ആ പ്രോബ്ലത്തിനൊക്കെ ഒരു കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താനുമൊക്കെ ഈ പഠനം നമ്മളെ സഹായിക്കും. അപ്പോൾ അത് സ്റ്റുഡൻസിന് മാത്രമല്ല, എല്ലാ രീതിയിലും. ഇപ്പോൾ നമ്മളൊരു വ്യവസായ സ്ഥാപനം തുടങ്ങണമെങ്കിൽ അവിടെ തീർച്ചയായും നമ്മുടെ എൻവയോൺമെൻറ്റിന് മോശമായ രീതിയിലൊന്നും നടക്കുന്നില്ല എന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ഗവൺമെൻറ് തന്നെ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതിനുവേണ്ടി നിയമങ്ങളുണ്ട്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ അവസാന പോർഷനുകളിലാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ കൂടുതൽ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. നിങ്ങളിത് വായിക്കുക. പിന്നെ ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തന്നിരിക്കുന്ന PDF, ആ PDF നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കണ്ടൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 80 to 90% കണ്ടൻറ്റും ഉണ്ട്. പക്ഷേ അത് അതേ ഓർഡറിലല്ല. പിന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആദ്യം സിലബസിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻസാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനിലുള്ള കാര്യങ്ങൾ ഈ PDF ആദ്യത്തെ പേജുകളിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇതിൽ കവർ ചെയ്യുന്ന പോർഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് വെച്ചാണെങ്കിലും നോക്കാം. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. പിന്നെ സിലബസിൽ ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ വേറെ ഉണ്ടാകും. അത് പ്രത്യേകമായിട്ട് വേറെ ഞാൻ വീഡിയോ പ്രസൻറ്റേഷനിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 10% പോർഷൻസൊക്കെ അങ്ങനെ വരുന്നുള്ളൂ. അത് പ്രത്യേകം PPT തയ്യാറാക്കി അതിലൂടെ ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.